ജോൺ ജോസഫ് സാർ, നമ്മൾ ഈ KDF എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. KDF കേരള ഡെമോക്രാറ്റിക് ഫോറം ഒരു സന്നദ്ധ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എറണാകുളത്തുള്ള കുറച്ച് സന്നദ്ധ പ്രവർത്തകർ കൂട്ടായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് KDF. അതിൻ്റെ മുഖ്യ ലക്ഷ്യം 1993 ഭരണഘടനാ ഭേദഗതിയിലൂടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക സർക്കാർ എന്ന പദവി നൽകിക്കൊണ്ട് കൂടുതൽ അധികാരങ്ങളും കൂടുതൽ ഫണ്ടും ലഭിക്കത്തക്ക വിധം വ്യവസ്ഥ ചെയ്തുകൊണ്ട് അടിസ്ഥാനതല ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പാർലമെൻറ്റ് നടത്തിയ ശ്രമത്തെ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഗ്രാമസഭകളും വാർഡ് സഭകളും ജനപങ്കാളിത്തം കൊണ്ട് ശക്തിപ്പെടുത്തി കൊണ്ടുവരികയും തദ്ദേശ ഭരണസമിതികൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി നിലകൊള്ളുന്ന സ്വതന്ത്ര ഭരണസമിതികളും ആവുകയുമാണെങ്കിൽ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അഴിമതി മുക്തവും കൂടുതൽ കാര്യക്ഷമത ഉള്ളതുമായ ഭരണ സ്ഥാപനങ്ങളായി മാറ്റാൻ കഴിയും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് KDFൻ്റെ പ്രഥമ ലക്ഷ്യം. കഴിഞ്ഞ തവണ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 100-ലധികം ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും പലയിടങ്ങളിൽ വിജയിക്കുകയും ചെയ്തു. കിഴക്കമ്പലത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള 5 പഞ്ചായത്തുകൾ അല്ലാതെ കേരളത്തിൽ ഇപ്പോൾ 2 പഞ്ചായത്തുകളും 1 മുനിസിപ്പാലിറ്റിയും കക്ഷിരാഷ്ട്രീയ അതീത സ്വതന്ത്ര ഭരണസമിതി നേതൃത്വം നൽകുന്നതായുണ്ട്. ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് 2.5 വർഷത്തോളം കാലം അവശേഷിക്കുന്നുണ്ട്. KDFൻ്റെ പ്രവർത്തനം സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങളെ ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കി മാറ്റിക്കൊണ്ട് ഓരോ പ്രദേശത്തും ജനങ്ങളുടെ മുൻകൈയിൽ ഗ്രാമസഭകളെയും വാർഡ് സഭകളെയും ശക്തിപ്പെടുത്താനുള്ള പരിശ്രമം നടത്തിക്കുവാനും അതോടൊപ്പം കഴിയുന്നത്ര ഇടങ്ങളിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുവാനുമാണ് ഇപ്പോൾ KDF ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം തന്നെ കൂടുതൽ മൂല്യാധിഷ്ഠിതമാക്കി തീർക്കുന്നതിനും അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും തദ്ദേശ ഭരണം അഴിമതിമുക്തവും കാര്യക്ഷമവുമാക്കി തീർക്കുന്നത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. അടിസ്ഥാന തലങ്ങളിൽ ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ സ്വാതന്ത്ര്യം പുലർത്തുന്നവരായി മാറിയാൽ ആ ജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാനും ബോധ്യപ്പെടുത്തുവാനും രാഷ്ട്രീയ കക്ഷികൾ നിർബന്ധിതരായിത്തീരും. അതുവഴി ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ ഇംഗിതങ്ങളും അംഗീകരിക്കുന്നതിലേക്ക് രാഷ്ട്രീയ കക്ഷി നേതൃത്വങ്ങളെ എത്തിക്കാൻ സാധിക്കും. അതോടൊപ്പം ജനസൗഹൃദപരമായ വികസന യത്നങ്ങൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുവാനും അത് സഹായിക്കും. KDFൻ്റെ പ്രവർത്തനങ്ങളുമായി കേരളത്തിലുടനീളം ജനങ്ങൾ സഹകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ധാരാളം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതേക്കുറിച്ച് മനസ്സിലാക്കാനും മുൻകൈയെടുക്കാനും തയ്യാറാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. സർ, നിലവിൽ ഏതൊക്കെ പഞ്ചായത്തുകളാണ് സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്? എറണാകുളം ജില്ലയിലെ ചെല്ലാനം പഞ്ചായത്തും കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തും
മലപ്പുറം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയുമാണ് സ്വതന്ത്ര ഭരണസമിതികൾ രൂപം കൊണ്ടത്. നമ്മുടെ പ്രവർത്തന ഫലമായിട്ടാണ്, നമ്മളുടെ പ്രവർത്തനത്തിൽ നിന്ന് മെസ്സേജ് ഉൾക്കൊണ്ടിട്ടാണ് അവരവിടെ മത്സരിക്കുന്നതിന് സ്വതന്ത്ര പാനൽ രൂപപ്പെടുത്തുകയും മത്സരിക്കുകയും ചെയ്തത്. KDF യഥാർത്ഥത്തിൽ സംസ്ഥാനത്തുടനീളം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല പ്രവർത്തിക്കുന്നത്. മറിച്ച് ഓരോ പ്രദേശത്തും ആളുകൾ ഇതേക്കുറിച്ച് ബോധ്യമുള്ളവരായി മാറിക്കൊണ്ട് പ്രാദേശികമായി അവരുടെ കൂട്ടായ്മകൾ രൂപപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ തൃക്കാക്കര ജനമുന്നേറ്റം എന്ന പ്രാദേശിക കൂട്ടായ്മ രൂപപ്പെടുത്തിക്കൊണ്ടാണ് മത്സരിച്ചത്. എല്ലായിടത്തും KDF തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്ക് എത്തും. അതല്ല യഥാർത്ഥത്തിൽ ആവശ്യം. ഓരോ പ്രദേശത്തുമുള്ള ജനങ്ങൾ സ്വയം നിർണയ അവകാശത്തോടുകൂടി പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമായാൽ മാത്രമാണ് അടിസ്ഥാനതല ജനാധിപത്യം ശക്തിപ്പെടുകയുള്ളൂ. അപ്പോൾ KDF മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡി പോലെ മാത്രമാണ് നിൽക്കുന്നത്. മത്സരിക്കുന്നതിനുള്ള പാനൽ ഉണ്ടാക്കുകയും പ്രാദേശിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് പ്രാദേശിക തലത്തിൽ രൂപം കൊള്ളുന്ന കൂട്ടായ്മകളായിരിക്കണം എന്നതാണ് KDFിൻ്റെ ആശയം. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല എന്ന അഭിപ്രായം സാറിനുണ്ടോ? പഞ്ചായത്തി രാജ് സംവിധാനം യഥാർത്ഥത്തിൽ ഭരണഘടനാ ഭേദഗതിയുടെ ശേഷം രൂപം കൊണ്ട പഞ്ചായത്ത് രാജ് നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ എടുത്താൽ തന്നെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും പാർട്ടി അടിസ്ഥാനത്തിൽ ഭരണസമിതികൾ രൂപം കൊള്ളുകയും പാർട്ടി അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾ ഭരണത്തിൽ പങ്കാളികളാകുന്ന പ്രക്രിയ ഇല്ലാതെ ആക്കിക്കൊണ്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് പങ്കാളിത്ത ജനാധിപത്യം ശക്തിപ്പെടുത്തുക എന്നതാണ്. പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ടർക്ക് നേരിട്ട് പങ്കെടുത്ത് അയാളുടെ അഭിപ്രായങ്ങൾ പറയാനും ആ അഭിപ്രായങ്ങൾ മറ്റാളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ശ്രമം നടത്താനുമുള്ള അവസരമാണ്. പ്രാതിനിധ്യ ജനാധിപത്യമാണ് നിയമസഭയിലും പാർലമെൻറ്റിലും ഉള്ളത് എന്ന് നമുക്കറിയാം. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അവർ കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയും നിയമങ്ങൾ പാസ്സാക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഓരോ വോട്ടർക്കും ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ട് ആ വോട്ടറുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കാനും അതിനനുസൃതമായി പൊതു അഭിപ്രായം രൂപപ്പെടുത്താനുള്ള ശ്രമം നടത്താനും കഴിയുന്നു. അതാണ് പങ്കാളിത്ത ജനാധിപത്യം. അപ്പോൾ ആ പങ്കാളിത്ത ജനാധിപത്യം ശക്തിപ്പെടുത്തുക എന്നത് ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. പാർട്ടികൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് തദ്ദേശ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പഞ്ചായത്തി രാജ് നിയമത്തിൽ അനുശാസിക്കുന്നത്. കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നം ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് സാധിച്ചത് എന്നത് ഞാൻ വിശദീകരിക്കാം. ഈ ഭരണഘടനാ ഭേദഗതി വരുത്തിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഒരു മാതൃകാ പഞ്ചായത്തി രാജ് ബില്ല് തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഓരോ സംസ്ഥാനത്തും പഞ്ചായത്തി രാജ് നിയമം ഉണ്ടാക്കുന്നതിന് മാതൃക ആകുന്നതിന് വേണ്ടിയിട്ടാണ്. ആ മാതൃകാ ബില്ലിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടത് ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ആവശ്യത്തിലേക്കായി നൽകുന്ന ചിഹ്നങ്ങളുടെ ഒരു പട്ടികയിൽ നിന്നാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന ഒരു ചട്ടം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ 3 സംസ്ഥാനങ്ങളിലും പാർട്ടികളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. ആ സമയത്ത് ഈ 3 സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരം കൈയാളിയിരുന്നത്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ ചട്ടം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോഴും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ അതാത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ചിഹ്നങ്ങളിൽ നിന്നാണ്. അത് പാർട്ടി ചിഹ്നങ്ങളല്ല. നമ്മളൊരു നിഴൽ മന്ത്രിസഭ ഉണ്ടാക്കിയിരുന്നല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് സാർ?
നിഴൽ മന്ത്രിസഭയുടെ പ്രവർത്തനം ആദ്യത്തെ 3 വർഷം വളരെ സജീവമായി നടന്നിരുന്നു. ഇപ്പോൾ അത്ര സജീവമായി നടക്കുന്നില്ല. നടക്കാത്തതിന് ഒരു മുഖ്യ കാരണം ഈ നിഴൽ മന്ത്രിസഭയിൽ അംഗങ്ങളാകുന്ന ആളുകൾ വളരെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവരാണെങ്കിൽ മാത്രമേ പ്രവർത്തനം മാതൃകാപരമായി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അപ്പോൾ 21 നിഴൽ മന്ത്രിമാർ കൂടി ആണ് നിഴൽ മന്ത്രിസഭ രൂപം കൊണ്ടത്. അതിൽ പല ആളുകളും 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കിയിരിക്കുന്നത്. വീണ്ടും സജീവമാക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിഴൽ മന്ത്രിസഭ ഷാഡോ മിനിസ്ട്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിഴൽ മന്ത്രിസഭ അല്ലെങ്കിൽ ഷാഡോ ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നത് ഔദ്യോഗികമായിട്ടാണ്. അതായത് ഗവൺമെൻറ് തന്നെ പ്രതിപക്ഷത്തിന് ഫണ്ട് നൽകി പ്രതിപക്ഷമാണ് ഷാഡോ ക്യാബിനറ്റ് രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ സന്നദ്ധാടിസ്ഥാനത്തിൽ ആണ് ഷാഡോ ക്യാബിനറ്റ് രൂപീകരിച്ചത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മന്ദഗതിയിൽ ആയിട്ടുള്ളത്. ഈ KDF-ൻ്റെ കമ്മിറ്റികൾ എവിടെയൊക്കെയുണ്ട്, കൂട്ടായ്മകൾ? KDF-ന് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു കോർ കമ്മിറ്റി മാത്രമേ ഉള്ളൂ. പ്രാദേശികമായി കമ്മിറ്റികൾ രൂപം കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റിയും വികസിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നു. 25-ാം തീയതി എറണാകുളത്ത് അതിനായുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി വികസിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന മീറ്റിംഗ് എന്താണ് ഉദ്ദേശിച്ചത്? ഇന്ന് ഇവിടെ നടക്കുന്നത് ശ്രീ ജോഷി എന്ന് പറയുന്ന ആൾ മുൻകൈയെടുത്ത് ഇവിടെ മീറ്റിംഗ് വിളിക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് ഇക്കാര്യത്തിൽ താല്പര്യമെടുക്കുന്ന ആളുകളുടെ ആദ്യ യോഗമാണിത്. ചെറിയ യോഗമാണ്. ഏതെങ്കിലും ഒരു ഇടത്ത് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പ്രായോഗിക പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം അത് ജില്ലാതലത്തിൽ വ്യാപിപ്പിക്കാം എന്ന ഒരു പ്രവർത്തന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2020 OIOP അതുപോലെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ഇതുമായിട്ട് സഹകരിക്കാൻ സാധ്യതയുണ്ട്? 2020-യോ അല്ലെങ്കിൽ OIOP-യോ അതുപോലെയുള്ള ഇതുവരെ സഹകരിച്ച് വന്നിട്ടില്ല. 2020-യുടെ കാര്യത്തിലും ഇപ്പോൾ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് അവരൊരു രാഷ്ട്രീയ പാർട്ടി ആവുകയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലും ലേബലിലും തന്നെ ഭരണസമിതികൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ KDF മുമ്പോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര ഭരണസമിതികൾ എന്ന ആ സ്റ്റാറ്റസ് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. 2020-യും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ജനങ്ങൾ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭരണഘടനാപരമായ ഈ വ്യവസ്ഥ അംഗീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ലെങ്കിൽ അവരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല എന്ന നിലയാണ് ഉണ്ടായിത്തീരുന്നത്. വേറെ സാമൂഹിക സംഘടനകൾ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കുറേ സാമൂഹിക സംഘടനകൾ സഹകരിച്ചിരുന്നു. ഇപ്പോൾ പുതിയ പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആദ്യം എറണാകുളത്തും തിരുവനന്തപുരത്തും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് വ്യാപിപ്പിക്കുന്നതിന് പ്രയോജനപ്പെടും എന്ന നിലയിൽ ആ 2 സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് സംസ്ഥാന തലത്തിലുള്ള കോർ കമ്മിറ്റി ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ എവിടെയൊക്കെ ആളുകൾ മുൻകൈയെടുത്ത് വരുന്നുവോ അവിടെയൊക്കെ ഇത് ശക്തിപ്പെടുത്താൻ KDF കൂടി സഹകരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെടണമെന്ന ചിന്തയേ ഇല്ല. ഈ ആശയം തുടങ്ങി വെച്ചിട്ട് എത്ര വർഷമായി? വ്യക്തിപരമായി ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി. എനിക്ക് തോന്നുന്ന കൊച്ചിൻ കോർപ്പറേഷനിൽ കഴിഞ്ഞതിന് മുൻപ് ഉണ്ടായ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ ഈ ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെൻറ്റ് ആണ് ആദ്യമായിട്ട് ഈ ആശയം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊന്നും ഉണ്ടായില്ല. ആശയപ്രചരണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒരു സംഘടിതമായ ശ്രമം ഇക്കാര്യത്തിന് വേണ്ടി ഉണ്ടായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. ഇപ്പോൾ അത്
എന്താ പറയുക പുനഃശാക്തീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ഈ ആശയം ജനങ്ങളിലെത്താൻ കുറേ വർഷങ്ങൾ എടുക്കും. അത് നമ്മൾ എത്ര കണ്ട് ഇതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൂടുതൽ ആളുകൾ ഇതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ വേഗം ജനങ്ങളിലെത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയും അങ്ങനെയൊക്കെ ഉള്ള വാർത്താ മാധ്യമങ്ങളുള്ളത് കൊണ്ട് വളരെ വേഗം ജനങ്ങളിലെത്തിക്കാനായിട്ട് സാധിക്കും. സാറിന് രാഷ്ട്രീയ പാർട്ടികളോട് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് അവരോട് പറയാനുള്ളത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നല്ലൊരു ശതമാനം ഭരണഘടനയെ ആദരിക്കുന്നു എന്ന് പറയുകയും അതിൻ്റെ പേരിൽ ആണയിടുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പുതിയ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ടാണ് ഭരണഘടനയെ പിടിച്ച് ആണയിടുന്നതെങ്കിൽ പഞ്ചായത്തി രാജിൻ്റെ കാര്യത്തിലും ഭരണഘടനയിലെ വ്യവസ്ഥ അംഗീകരിക്കാൻ തയ്യാറാവുകയും അതിനനുസരിച്ച് തദ്ദേശ ഭരണം കക്ഷിരാഷ്ട്രീയത്തിന് അതീതമാവട്ടെ എന്ന നില അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പക്ഷേ പ്രായോഗിക തലത്തിൽ നടക്കുമെന്ന പ്രതീക്ഷ ഒന്നുമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വാർഡ് കമ്മിറ്റിയാണ്. അപ്പോൾ ആ വാർഡ് കമ്മിറ്റി നിലനിർത്തണമെങ്കിൽ പഞ്ചായത്ത് തലത്തിലും ആളുകളെ ഒന്നിപ്പിച്ച് നിർത്താനും മുൻകൈ എടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയണം. അതിനുവേണ്ടി തദ്ദേശ ഭരണം അവർ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ ആശയം പ്രാവർത്തികമാകണമെങ്കിൽ പഞ്ചായത്തി രാജിൽ ഏതെങ്കിലും നിയമ ഭേദഗതി ആവശ്യമായിട്ട് വരുമോ? പഞ്ചായത്തി രാജിൽ നിയമ ഭേദഗതി ആവശ്യമില്ല. കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അത് ഈ ആദർശത്തിന് അനുസൃതമായ ഭരണസമിതികൾ രൂപപ്പെടുന്നതിന് ഒരു പ്രോത്സാഹനമായി മാറാൻ ഇടയുണ്ട്. ജനങ്ങളോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ് ഈ നിയമത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനെ സംബന്ധിച്ച്? യഥാർത്ഥത്തിൽ ഗ്രാമസഭയുടെ തീരുമാനത്തിൽ സുപ്രീം കോടതി പോലും ഇടപെടില്ല എന്ന് നിരവധി വിധിന്യായങ്ങളിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രാമസഭയ്ക്ക് അത്രമേൽ പ്രാധാന്യമാണ് സുപ്രീം കോടതി പോലും നൽകിയിട്ടുള്ളത്. സാധാരണ പൗരന്മാരെ രാജപദവിയിലേക്ക് ഉയർത്തുകയാണ് പറയാതെ പറയുന്ന ആ വിധിന്യായങ്ങളിലൂടെ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ജനങ്ങൾ അവരുടെ അവകാശത്തെ സംബന്ധിച്ച് ബോധവാന്മാരാവുകയും ഒപ്പം ചുമതലാബോധം ഉള്ളവരായി പെരുമാറാൻ തയ്യാറാവുകയുമാണെങ്കിൽ കാതലായ മാറ്റങ്ങൾ ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉണ്ടാക്കിയെടുക്കാൻ പഞ്ചായത്തി രാജ് നിയമം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകണം എന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഗ്രാമസഭകളിൽ ജനങ്ങളുടെ പങ്കാളിത്തം നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, ഗ്രാമസഭകൾ നിയമാനുസൃതം കൃത്യമായി നടത്തിക്കൊണ്ട് പോവണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള തദ്ദേശ ഭരണസമിതികൾ ഇല്ലാതെ പോകുന്നു. രണ്ട്, നിയമാനുസൃതം അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കക്ഷിരാഷ്ട്രീയ താല്പര്യമുള്ളവരായതുകൊണ്ട് അവരും അക്കാര്യത്തിൽ താല്പര്യമെടുക്കുന്നില്ല. അതുകൊണ്ട് ചോദ്യം ചെയ്യലിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന പ്രാദേശിക നേതൃത്വങ്ങൾ ഗ്രാമസഭകൾ വേണ്ട വിധം നടക്കാതിരിക്കുന്നതാണ് അവർക്ക് സൗകര്യം എന്ന് കണ്ട് അതിനനുസരിച്ച് പെരുമാറുകയാണ് ചെയ്യുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഇവിടെ നടപ്പിലാകുന്നുണ്ട്. അതിൻ്റെ പ്രഖ്യാപിത രീതികളിൽ തന്നെയാണ് അത് തുടരുന്നത്. പലർക്ക് ഇതിനോട് നിരസമുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. സാർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇൻഫർമേഷൻ ആരും അവനവനെ ചോദ്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവനവന് അസൗകര്യം ഉണ്ടാവുന്നതൊക്കെ മാറിക്കിട്ടണം എന്ന ആഗ്രഹവുമാണ് എല്ലാവർക്കുമുള്ളത്. അത് ഏറ്റവും കൂടുതലുള്ളത് രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതാക്കൾക്കും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കുമാണ്.
റൈറ്റ് ടു ഇൻഫർമേഷൻ അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരുപോലെ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അതിനെ എത്ര കണ്ട് ദുർബലപ്പെടുത്താൻ കഴിയുമോ ദുർബലപ്പെടുത്തുക എന്നതാണ് അവർ നയമായി സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ മറികടക്കാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ അധികാരികൾക്കും അതുപോലെ കമ്മീഷനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ബുദ്ധിമുട്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ നടത്താൻ തയ്യാറായാൽ കുറേയൊക്കെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെ നിയമിക്കപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടികളുടെ നോമിനികളാണ് എന്നതുകൊണ്ട് അവർ സ്വയം നിയന്ത്രണം അംഗീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഒന്നുകൂടി ഫലപ്രദമായി നടപ്പിലാക്കാൻ സാറിന് എന്തെങ്കിലും ഒരു സജഷനുണ്ടോ? പ്രത്യേകിച്ചൊരു നിർദ്ദേശം നൽകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും അവർ നിയമം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് കുറേ കൂടി ഫലപ്രദമാക്കാൻ പ്രയോജനപ്പെട്ടേക്കാം. അതിനുവേണ്ടി തിരുവനന്തപുരം കേന്ദ്രമായി ഒരു കൂട്ടായ്മ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവരോടൊപ്പം ചേർന്ന് കൂടുതൽ ആളുകൾ പ്രവർത്തിക്കുക എന്നതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ ആത്യന്തികമായി എന്തും രാഷ്ട്രീയം സംശുദ്ധമാവാതെ പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയായി വരും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഒരുപക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുതിയ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളതും ജനങ്ങൾക്ക് ഹിതകരമായ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളതും സന്നദ്ധ പ്രവർത്തകരുടെയും സന്നദ്ധ സംഘടനകളുടെയും മുൻകൈയിലും പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ ഉണ്ടായത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടായത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ടായത്, കേരളത്തിൽ റൈറ്റ് ടു സർവീസസ് ആക്ട് ഉണ്ടായത്, ഇതൊക്കെ സന്നദ്ധ പ്രവർത്തകരുടെ ശ്രമഫലമായിട്ടുണ്ടായതാണ്. പക്ഷേ ഇതൊക്കെ രൂപപ്പെട്ട് കഴിയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചാകരയായി മാറുന്ന അനുഭവമാണ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ നിയമത്തിൻ്റെ ഫലമായിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടായത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടായപ്പോൾ അതുവഴി രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ പണമുണ്ടാക്കാൻ കഴിയും എന്നാണ് രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും ആലോചിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരും. ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടായപ്പോൾ അതിൻ്റെ ജില്ലാ കമ്മീഷൻ, നേരത്തെ ജില്ലാ ഫോറമായിരുന്നു, ഇപ്പോൾ ജില്ലാ കമ്മീഷൻ എന്നാണ് പേര് മാറ്റിയിരിക്കുന്നത്. ജില്ലാ കമ്മീഷൻ പ്രസിഡന്റുമാരെ നിയമിക്കുന്നതിന് വരെ കൈക്കൂലി വാങ്ങിച്ചൊരു മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം പുതിയ എന്ത് സംവിധാനം വന്നാലും അതിനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മെരുക്കി അവർക്കൊരു ചാകരയാക്കി മാറ്റാനുള്ള വൈദഗ്ധ്യം അവർക്കുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഈ നിയമം വരുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന സന്നദ്ധ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നുമില്ല എന്നതാണ് ഒരു വസ്തുത. സന്നദ്ധ സംഘടനാ പ്രവർത്തനം പഴയ കാലത്തെ പോലെ അത്ര ആക്റ്റീവ് അല്ലെന്നൊരു യുവാക്കൾക്ക് പോലും അതിനകത്ത് താല്പര്യമില്ല. പഴയ കാലം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ അനുഭവവും അതിൻ്റെ സന്ദേശവും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നവരാണ് സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ. ആ തലമുറയ്ക്ക് ശേഷം വന്ന ആളുകൾ ഒരു ആശയമെന്ന നിലയിൽ മാത്രം സന്നദ്ധ പ്രവർത്തനത്തെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ നിശ്ചയദാർഢ്യം താരതമ്യേന കുറവായിരിക്കും, കമ്മിറ്റ്മെൻറ്റ് താരതമ്യേന കുറവായിരിക്കും. പിന്നെ സന്നദ്ധ പ്രവർത്തനവും ഒരു സ്റ്റാറ്റസ് കോ സിമ്പലായി മാറ്റിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും സന്നദ്ധ പ്രവർത്തനം ദുർബലമാവും. പിന്നെ സ്വാതന്ത്ര്യ സമര ശേഷം ഇന്ത്യ ഗവൺമെൻറ് രൂപപ്പെട്ട സമയത്ത് വരുന്ന ഗവൺമെൻറ് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഏതാണ്ടൊരു 3 ദശാബ്ദം കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെൻറ്റുകൾ ഇതിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന പ്രവണതകൾ വച്ച് മുമ്പോട്ട് പോകുന്ന ഗവൺമെൻറ്റുകളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണ നിശ്ചയദാർഢ്യം പോരാ നല്ല രീതിയിലൊരു സന്നദ്ധ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. തിരിച്ച് വിളിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളിക്കല്ലാതെ വേറെ മാർക്കൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വ്യവസ്ഥ ഉൾക്കൊള്ളിക്കണമെന്ന് ജയപ്രകാശ് നാരായൺ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ റെവല്യൂഷൻ എന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം കൂടി
തെരഞ്ഞെടുപ്പ് നിയമം എന്ന് പറയുന്നത് റൈറ്റ് ടു റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് നിയമം. അപ്പോൾ ജനപ്രാതിനിധ്യ നിയമത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കുന്നതിനുള്ളൊരു വ്യവസ്ഥയും അതിനുള്ളൊരു നടപടിക്രമവും ഉൾക്കൊള്ളിച്ചാൽ അത് സാധിക്കും. നിലവിലതില്ല. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും താല്പര്യമെടുത്തിട്ട് അങ്ങനെ ഒന്നും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനും നിർവാഹമില്ല. കാരണം അവരുടെ കഴുത്തിന് കത്തിവെക്കുന്നതിൻ്റെ അതിനവർ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതൊരു ജനകീയമായ മുന്നേറ്റത്തിൻ്റെ ഫലമായി അങ്ങനെ കൂടിയ വ്യവസ്ഥ ചേർക്കും എന്ന പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ച് അതിൻ്റെ ഫലമായി വിജയിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ മാത്രമേ അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റൂ. നമ്മളിപ്പോൾ പാനലിട്ട് ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ ചിലപ്പോൾ അത്രയൊരു കാര്യം പെട്ടെന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അതിൽ 2-3 പേര് ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ 3 പേര് മാത്രമേ ജയിക്കുന്നുള്ളൂ. നമ്മളൊരു സ്വന്തം പാനൽ വയ്ക്കുമ്പോൾ സ്വന്തം പാനൽ ബാക്കി പഠനം നടത്താതിരിക്കാൻ പറ്റിയോ? ഇല്ല, ഒരാൾ ജയിച്ചാലും അദ്ദേഹത്തിന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ സാധിക്കും. അന്നേരം വീണ്ടും ഇത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് നിൽക്കേണ്ട ബാധ്യത വരികയാണ്. അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിയമാനുസൃതം ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭരണം നടത്തുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ്. ഇത് കേട്ടിട്ടുണ്ടാവും. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഒരു ചെയർമാനും ഉണ്ട്. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഓരോ മേഖലയിലെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഇപ്പോൾ ഭരണപക്ഷമെന്നും പ്രതിപക്ഷമെന്നും വേർതിരിഞ്ഞ് നിൽക്കുന്ന 2 വിഭാഗത്തിൻ്റെയും പ്രതിനിധികളുണ്ട്. അങ്ങനെ പ്രതിനിധികൾ വേണം എന്ന് നിയമത്തിൽ വ്യവസ്ഥയും ഉണ്ട്. അപ്പോൾ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ചേർന്ന് നിന്നില്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നത് ഇപ്പോഴുള്ള പ്രായോഗിക അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉണ്ടാകുന്നൊരു നിഗമനമാണ്. അങ്ങനെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ വ്യക്തിത്വമുള്ള ഒരാൾക്ക് സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പഞ്ചായത്ത് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപഘടകം മാത്രമായിരുന്നു. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പഞ്ചായത്തുകൾക്ക് പ്രാപ്തി വളരെ കുറവായിരുന്നു. ഏത് തീരുമാനത്തിനും സംസ്ഥാന ഗവൺമെൻറ്റിനെ ആശ്രയിക്കണം. അതുപോലെ പഞ്ചായത്തുകളുടെ അധികാരങ്ങളും വളരെ പരിമിതമായിരുന്നു. അടിസ്ഥാനതല ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച 3 കമ്മീഷനുകളുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് 1993 2 ഭേദഗതികൾ ഭരണഘടനയിൽ വരുന്നത്. 1993 ഭേദഗതി ഉണ്ടായത്. ആ ഭേദഗതികളുടെ എണ്ണവും 93, 94 എന്നാണ്. അതായത് ഭരണഘടനയിൽ 93ാമത് ഉണ്ടായ ഒരു ഭേദഗതി, 94ാമത് ആയി ഉണ്ടായ ഒരു ഭേദഗതി. 93ാമത്തെ ഭേദഗതിയാണ് പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഉള്ളത്. 94ാമത്തെ ഭേദഗതി മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ചുമാണ്. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒരുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനം എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഈ 2 ഭേദഗതികളിലൂടെയും വരുത്തിയ മാറ്റം എന്ന് പറയുന്നത്, ഒന്ന്, തദ്ദേശ ഭരണ സ്ഥാപനത്തെ തദ്ദേശ ഗവൺമെൻറ് എന്ന് പുനർനാമകരണം ചെയ്തു എന്നതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തദ്ദേശ ഗവൺമെൻറ് ആയിട്ടാണ് പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചും അതുപോലെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ചും അറിയപ്പെടുന്നത്. കൂടുതൽ അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കണം എന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റുകളോട് പാർലമെൻറ്റ് നിർദ്ദേശിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൂടുതൽ അധികാരങ്ങൾ നൽകാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നിർബന്ധിതമാവുന്നു. ആ അധികാരങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് കൂടുതൽ ഫണ്ട് ആവശ്യമാണ്. അപ്പോൾ അതിനനുസൃതമായി സംസ്ഥാന ബഡ്ജറ്റിൽ നല്ലൊരു വിഹിതം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണം എന്നും ഈ ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥ ഉണ്ട്. ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം കേന്ദ്ര ഗവൺമെൻറ്
ഒരു മാതൃകാ പഞ്ചായത്തി രാജ് ബില്ല് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാതൃകാ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ പഞ്ചായത്തി രാജ് നിയമം ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ 94-ലാണ് പുതിയ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഭരണഘടനാ ഭേദഗതികളിലും അതുപോലെ മാതൃകാ പഞ്ചായത്തി രാജ് ബില്ലിലും തദ്ദേശ ഭരണ സമിതികൾ കക്ഷിരാഷ്ട്രീയ അതീതമായ സ്വതന്ത്ര ഭരണസമിതികളായിരിക്കണമെന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. വ്യവസ്ഥയായിട്ട് ചേർത്തിട്ടുള്ളത് പാർട്ടികളുടെ ചിഹ്നങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പഞ്ചായത്തി രാജ് നിയമത്തിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സർക്കുലേറ്റ് ചെയ്യുന്ന മാതൃകാ ബില്ലിലും കക്ഷിരാഷ്ട്രീയത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പാർട്ടി ചിഹ്നങ്ങൾ ഇല്ലാതെയുള്ള തെരഞ്ഞെടുപ്പാണ് വിഭാവനം ചെയ്യുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ചിഹ്നങ്ങൾ നൽകുന്നത് അതാത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാക്കുകയും അതിൽ നിന്ന് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് കേരളം, ബംഗാൾ, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങളിലൂടെയും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത്. സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തി രാജ് നിയമം ഉണ്ടാക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഭരിച്ചിരുന്നത്. അവർക്ക് കക്ഷിരാഷ്ട്രീയം നിലനിർത്തണം എന്നത് നിർബന്ധം ആയിരുന്നതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച ചട്ടങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവിടെ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കാം എന്ന നിലയ്ക്ക് ചട്ടം രൂപപ്പെടുത്തിയിട്ടാണ് ഇവിടെയൊക്കെ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് കക്ഷിരാഷ്ട്രീയ അതീത ഭരണസമിതികളായിരിക്കണം എന്ന ഭരണഘടനാ ഭേദഗതിയുടെയും പഞ്ചായത്തി രാജ് നിയമത്തിൻ്റെ വ്യവസ്ഥയെയും നമുക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു സൂചന ഞാൻ പറഞ്ഞതാണ് പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നമ്മളിപ്പോൾ കാണുന്ന ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വേർതിരിവ് നിയമത്തിലുള്ളതല്ല. ഒരു നിയമത്തിലും ഭരണപക്ഷം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് എന്ന വാക്കും ഉപയോഗിക്കുന്നില്ല. നേരെ മറിച്ച് നിയമസഭയിൽ നമുക്കറിയാം ഭരണപക്ഷത്തിനൊരു നേതാവുണ്ട്, അദ്ദേഹമാണ് ചീഫ് മിനിസ്റ്ററായിട്ട് വരുന്നത്. പ്രതിപക്ഷത്തിനൊരു നേതാവുണ്ട്, അദ്ദേഹം പ്രതിപക്ഷ നേതാവും ആണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുമൊക്കെ ഉണ്ട്. നേരെ മറിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വേർതിരിവ് ഇല്ല. എങ്ങനെയാണ് ഭരണം നടക്കുക എന്നത് നിയമം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. ഓരോ മേഖലയ്ക്കും അല്ലെങ്കിൽ ഓരോ വിഷയത്തിനും വേണ്ടിയിട്ടൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും പ്രതിനിധികൾ ഉൾപ്പെടണം എന്ന് നിർബന്ധമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഉള്ള മെമ്പർമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വീതം വെച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ സൂചന. മൂന്നാമത്തെ സൂചന എന്ന് പറയുന്നത് ഗ്രാമസഭയെയും വാർഡ് സഭയെയും സംബന്ധിക്കുന്ന വ്യവസ്ഥയാണ്. ഓരോ വാർഡിലും ഗ്രാമസഭ ഉണ്ടായിരിക്കണം. ആ ഗ്രാമസഭയിൽ ആ വാർഡിലെ എല്ലാ വോട്ടർമാരും അംഗങ്ങളാണ്. മുകളിൽ പ്രതിപക്ഷവും ഉണ്ടെങ്കിൽ ഗ്രാമസഭയിലും പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന നിലയിൽ ജനങ്ങൾ ചെയ്ത് തിരിഞ്ഞിരുന്നാണ് ചർച്ചകൾ നടത്തുന്നത്. അതുപോലെ ഗ്രാമസഭയിലെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വോട്ടർമാരും അംഗങ്ങളായി അജണ്ടയ്ക്കനുസരിച്ച് ചർച്ച നടത്തി തീരുമാനങ്ങളെടുത്ത് അത് ഗ്രാമസഭയുടെ ശുപാർശയായിട്ട് ഭരണസമിതിക്ക്, പഞ്ചായത്ത് ഭരണസമിതിക്ക്, മുനിസിപ്പൽ ഭരണസമിതിക്ക് നൽകണം എന്നാണ്. പഞ്ചായത്തുകളിലാണ് ഗ്രാമസഭ ഉള്ളത്. മുനിസിപ്പാലിറ്റികളിലെ വാർഡ് സഭയും. വാർഡ് സഭ വളരെ വലിപ്പം കൂടിയതായിരിക്കും എന്നതുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടിയാൽ മതി. പിന്നീട് മീറ്റിങ്ങുകൾ കൂടേണ്ടത് വാർഡ് കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ട് വാർഡ് കമ്മിറ്റി ആയിട്ടാണ് മുനിസിപ്പാലിറ്റികൾ പ്രവർത്തിക്കുന്നത്. ഈ 3-4 സൂചനകൾ വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, പറയാൻ സാധിക്കും, കക്ഷിരാഷ്ട്രീയ അതീതമായ ഭരണസമിതികളാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിയമം വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ ഗ്രാമസഭകളുടെ തീരുമാനങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ പല വിധിന്യായങ്ങളും പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാമസഭയുടെ തീരുമാനങ്ങളിൽ സുപ്രീം കോടതി പോലും കൈകടത്താനായിട്ട് തയ്യാറാവരുത് എന്ന നിലയ്ക്കാണ് സുപ്രീം കോടതി വിധികൾ ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് കൂടി മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ 2 തരത്തിലാണ്
ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വരുന്നത്. ഒന്ന് പങ്കാളിത്ത ജനാധിപത്യം, മറ്റൊന്ന് പ്രാതിനിധ്യ ജനാധിപത്യം. നിയമസഭകളിലും പാർലമെൻറ്റിലും നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അയക്കുന്നു. പിന്നെ അവരാണ് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ചർച്ചകൾ നടത്തി നിയമങ്ങൾ ഉണ്ടാക്കുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് അതിൽ പങ്കെടുക്കാനുള്ള അവസരമില്ല. അപ്പം അതിനെയാണ് നമ്മൾ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ, ഗ്രാമസഭകളിൽ എല്ലാ വോട്ടർമാരും അംഗങ്ങളാണ്. ആ വോട്ടർമാർ ഒന്നിച്ചു ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി പിന്നീട് ഭരണസമിതിയുടെ തീരുമാനങ്ങളാക്കി മാറ്റുന്നത്. അതായത് ജനങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരമാണ് ഗ്രാമസഭകളിലൂടെ പഞ്ചായത്ത് രാജ് നിയമം നൽകിയിട്ടുള്ളത്. അങ്ങനെ പങ്കാളിത്ത ജനാധിപത്യം ശക്തിപ്പെടുത്തുക, ജനങ്ങൾക്ക് പങ്കാളിത്ത ബോധം, ഭരണത്തിൽ അവർക്കും പങ്കാളിത്തമുണ്ട് എന്ന ബോധം ഉളവാക്കിക്കൊണ്ട് അവരിൽ താല്പര്യം ജനിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. എന്തും അവർക്ക് പ്രയോജനപ്പെടുത്തുന്നു. പാർട്ടി പ്രവർത്തകർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് അവരുടെ സ്വാധീനം ഉപയോഗിക്കാൻ കഴിയുന്നു. അപ്പോൾ ആ നിലയിൽ കക്ഷി രാഷ്ട്രീയ സ്വാധീനത്തിൽ തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ഭരണസമിതികളെ നിലനിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാനലായി മത്സരിക്കാനും ജയിക്കാനും അതിലൂടെ ഭരണസമിതികൾ രൂപീകരിക്കാനും കഴിഞ്ഞാൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 2020 ഭരിക്കുന്ന 5 പഞ്ചായത്തുകളുണ്ട്. കിഴക്കമ്പലം എന്ന സമീപ പ്രദേശത്തുള്ള 5 പഞ്ചായത്തുകളുണ്ട്. അവിടെ ഏതൊരാൾ ചെന്നാലും ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള മാറ്റം ഒരു മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ചെന്നാൽ ചെല്ലുന്നയാളിന് ആദ്യം ഒരു ചായ കിട്ടും, അതിൻ്റെ കൂടി ഒരു കടി കിട്ടും. അതിനുശേഷം ഒന്നുകിൽ ഒരു പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ ആളിരിക്കുന്ന സ്ഥലത്ത് വന്ന് അയാളുടെ ആവശ്യം എന്താണെന്ന് അന്വേഷിക്കും. അയാളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ അപ്പം തന്നെ നിറവേറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ റൈറ്റ് ടു സർവീസസ് ആക്റ്റിൽ പറയുന്നത് പോലെ ഇത്ര സമയത്തിനകം നിങ്ങളുടെ ആവശ്യം നിറവേറ്റി കിട്ടിയിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ആളുകളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. 2020 ഭരിക്കുന്ന 5 പഞ്ചായത്തുകളിൽ അനുഭവവേദ്യമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ 2020യും ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടി അടിസ്ഥാനത്തിലാണ് അവിടെ പഞ്ചായത്ത് ഭരണസമിതികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായും ഭരണഘടന അനുസൃതമായിട്ടാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ലാതെ സ്വതന്ത്ര ഭരണസമിതികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പാർട്ടി അടിസ്ഥാനത്തിലാവുമ്പോൾ ഒരു മെച്ചം 2020യും കുറേ കഴിയുമ്പോൾ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതായ വഷളത്തരങ്ങളിലേക്ക് കടന്നു എന്ന് വരാം. നേരെ മറിച്ച് പ്രാദേശിക തലത്തിൽ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും ആ പ്രാദേശിക കൂട്ടായ്മ പഞ്ചായത്ത് ഭരണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ടു പോകാനായാൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചുള്ള ഭരണം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഈ ഭരണഘടനാ വ്യവസ്ഥകളെ സംബന്ധിച്ചും പഞ്ചായത്ത് രാജ് നിയമത്തെ സംബന്ധിച്ചും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനം നടത്തി അടുത്തു വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ 2.5 വർഷക്കാലമുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വിപുലപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുമോ എന്നൊരു പരിശ്രമമാണ് കേരള ഡെമോക്രാറ്റിക് ഫോറം എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു, കുറേ സ്ഥലങ്ങളിൽ വിജയിച്ചിരുന്നു. ഇപ്പോഴും കേരളത്തിൽ 2 പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റിയും, കിഴക്കമ്പലം 2020യുടെ ചുറ്റുമുള്ള 5 പഞ്ചായത്തുകൾ അല്ലാതെ 2 പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റിയും സ്വതന്ത്ര ഭരണസമിതികൾ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് ഉണ്ട്. പക്ഷെ അതൊന്നും KDFിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് കരുതരുത്. KDF ഒരിക്കലും നേരിട്ട് പോയി പഞ്ചായത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയോ മത്സരിപ്പിക്കുകയോ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ബോധവൽക്കരണം നടത്തുകയും പ്രാദേശിക കൂട്ടായ്മകൾ രൂപം കൊണ്ട് ഇത്തരത്തിൽ മത്സരിക്കാനുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം KDFും രാഷ്ട്രീയ പാർട്ടികളെ പോലെ സ്ഥാനാർത്ഥികളെ ഓരോ സ്ഥലത്ത് പോയി നിശ്ചയിക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ അത് പരിവർത്തനപ്പെടേണ്ടി വരും. അപ്പോൾ അതിന് പകരം പ്രാദേശിക കൂട്ടായ്മകൾ. ഞങ്ങൾ തൃക്കാക്കര കഴിഞ്ഞാണ് മത്സരിച്ചത്. ആകെ 1 മാസം സമയം കിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് തൃക്കാക്കര ജനമുന്നേറ്റം എന്ന് പറഞ്ഞിട്ട് പ്രാദേശിക കൂട്ടായ്മ ഉണ്ടാക്കി. അവിടെ 43 വാർഡുണ്ട്. ഞങ്ങൾ 37 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിച്ചു. 11% വോട്ട് നേടാനായിട്ട് കഴിഞ്ഞു. 1 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ. നിരന്തരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ പഞ്ചായത്തുകളിൽ ജനങ്ങളുടെ സ്വതന്ത്ര
മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ബോധവൽക്കരണം എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സാധിക്കുന്ന ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു പഞ്ചായത്തോ നമ്മൾ ആദ്യത്തെ പ്രവർത്തന കേന്ദ്രമായി എടുത്തുകൊണ്ട് അവിടെ ഗ്രാമസഭയെയും വാർഡ് സഭയെയും കുറിച്ചുള്ള ബോധവൽക്കരണം ആളുകളുടെ ഇടയിൽ നടത്തുന്ന ഒരു പ്രവർത്തന പരിപാടി ആദ്യം തുടങ്ങി വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ആദ്യം നമ്മൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും മത്സരത്തെക്കുറിച്ചും ഒന്നും പറയുന്നതിന് പകരം ഗ്രാമസഭകൾ ജനപങ്കാളിത്തം കൊണ്ട് സജീവമാക്കിയാൽ പഞ്ചായത്ത് ഭരണം അഴിമതിരഹിതവും കൂടുതൽ കാര്യക്ഷമമുള്ളതുമാക്കി തീർക്കാൻ സാധിക്കും എന്ന വസ്തുത ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഓരോ വാർഡിലും അത്തരത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള കുറേ ആളുകൾ മുൻപോട്ട് വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. മേ ബി ഒരു പഞ്ചായത്തിൽ കമ്മിറ്റഡായിട്ടൊരു ടീം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡിലും അങ്ങനെ ഓരോ ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ ടീം രൂപപ്പെട്ട് കഴിയുമ്പോൾ അപ്പോൾ ആലോചിക്കാം. സ്വതന്ത്രമായി മത്സരിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ അതിൽ നിന്ന് രൂപപ്പെട്ട് വരികയാണെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ കൂടി മുൻനിർത്തിക്കൊണ്ട് പിന്നെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കണം എന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ മത്സരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാം. അങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മിറ്റി മുൻകൈ എടുത്തിട്ട് കൊച്ചി കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്താം എന്ന് തീരുമാനിച്ച് അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 2 സ്ഥലത്ത് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് സഹായകരമായി തീരും എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് കേന്ദ്രീകരിക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. അതേസമയം മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടായ്മകൾ ഉണ്ടായി വരികയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമൊക്കെ ശ്രമിക്കാം എന്ന നിലയ്ക്കാണ് ADF മുമ്പോട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പം പിന്നെ അവിടെ കൊച്ചിയിലാണ് ഇപ്പോൾ മെയിനായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അവിടെ എങ്ങനെ ഒക്കെ എത്ര അവിടെ ഞങ്ങൾ നേരത്തെ പ്രവർത്തിച്ചില്ല, ലൈവായിട്ടുള്ളത് നേരത്തെ പ്രവർത്തിച്ചിരുന്ന 40 പേര് ഉണ്ട്. ഒരു ആവശ്യത്തിന് വേണ്ടി ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെങ്കിൽ ആകെ വോട്ടർമാരുടെ 10-1 കുറയാത്ത അംഗം വോട്ടർമാർക്ക് ഒരു ആവശ്യ റിക്വസിഷൻ എഴുതി കൊടുക്കണം, മെമ്പർ. അപ്പോൾ മെമ്പർ വിളിച്ചു കൂട്ടാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ മെമ്പർ വിളിച്ചു കൂട്ടാതെ എന്നാൽ 15 ദിവസം കാത്തിരുന്നിട്ട് ഈ ഒപ്പിട്ട് ആവശ്യം ഉന്നയിച്ച ആളുകൾക്ക് സ്വയം ഗ്രാമസഭ വിളിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ തൃക്കാക്കര ജനമുന്നേറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തി അതിന്റെ പേരിൽ പ്രചരണങ്ങൾ നടത്തി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ വന്ന ആളുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത് മത്സരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതല്ലെങ്കിൽ KDF കേരള ഡെമോക്രാറ്റിക് ഫോറം എന്ന പ്ലാറ്റ്ഫോമിന്റെ പേരിൽ നമ്മൾ പൊതുപരിപാടികൾ നടത്തുന്നു. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടപെടാനൊന്നും സാധ്യമല്ലല്ലോ. നമ്മൾ സന്നദ്ധ പ്രവർത്തനം ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞേക്കണം. നമ്മളിപ്പോൾ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഗ്രാമസഭയുടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ വാർഡ് സഭയുടെ അധികാരങ്ങളെ സംബന്ധിച്ചും അതിൽ ജനങ്ങൾ പങ്കെടുത്താൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരുന്ന ഗ്രാമസഭയുടെ മീറ്റിംഗിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതിന് സംഘടിതമായ ഒരു ശ്രമം നടത്താനുമാണ് നമുക്ക് ആദ്യം ശ്രമിക്കാവുന്നത്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ വാർഡ് സഭ എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോൾ കൂടുന്നില്ല, വാർഡ് കമ്മിറ്റിയാണ്. ആദ്യം വർഷത്തിന്റെ ആദ്യം ഒരു വാർഡ് സഭ രൂപീകരിച്ച് വാർഡ് സഭ ചേർന്നിട്ട് വാർഡ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യും. വാർഡ് കമ്മിറ്റി എങ്ങനെ രൂപീകരിക്കേണ്ടതെന്നുള്ളത് നിയമത്തിൽ പറയുന്നുണ്ട്. ഓരോ വിഭാഗത്തിൽ നിന്നും പ്രാതിനിധ്യം എങ്ങനെയാണ് വാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നൊക്കെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഈ മുനിസിപ്പാലിറ്റി ആക്ടിൽ പറയുന്നുണ്ട്. അതനുസരിച്ചാണ് വാർഡ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നമ്മൾ പൊതുവായ പ്രചരണം നടത്തുക വാർഡ് സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വാർഡ് കമ്മിറ്റി ഫലപ്രദമായി പ്രവർത്തിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചും ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുക എന്നതാണ് മുനിസിപ്പാലിറ്റിയിൽ ചെയ്യാവുന്നത്. എന്നൊക്കെ പറയും. ജനങ്ങൾ പങ്കെടുക്കണമെന്നില്ല. കാരണം കൂടുതൽ ആളുകൾ രാഷ്ട്രീയ പാർട്ടികളെ ആശ്രിതരായതുകൊണ്ട് അവർക്ക് തെളിഞ്ഞു വരാൻ തന്നെ പലർക്കും മടിയുണ്ടാവും. ആള് നന്നായിട്ട് തോന്നുന്നു. എന്തൊരു ആവശ്യമാണോ വിളിച്ചു കൂട്ടിയത് അത് അവിടുത്തെ ഭരണകക്ഷി മുഖ്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രമേയം അവതരിപ്പിക്കണം. പ്രമേയം തലേദിവസം ജോൺ സാർ വിളിച്ച് എഴുതിയോ എന്ന് ചോദിച്ചു. മെമ്പർ അത് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സമയമായപ്പം പ്രമേയം എന്താണ് പ്രമേയം ചോദിച്ചപ്പോൾ ഇല്ല. അതാണ് അവർ കാണിക്കുന്ന ഒരു അഭിപ്രായം പറയാം.
ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആണെന്നുണ്ടെങ്കിൽ പ്രവർത്തനമായിട്ട് ബന്ധപ്പെടും. നമ്മുടെ സമാന ചിന്താഗതിക്കാരെല്ലാം ഇത്തരത്തിലുള്ള ഇതിലെല്ലാം നമ്മൾ പങ്കെടുക്കും. അത് നമ്മുടെ ആളുകൾ ശരിയാണ്. പിന്നെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആ ഒരു സമൂഹത്തിൽ ഒരു നാട്ടിലൊക്കെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നു. യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇവിടെ പറഞ്ഞ പോലെ ഒത്തിരി സംഘടനകളുണ്ട്. എല്ലാവരുടെയും ആശയം ഇതുപോലുള്ള ഇതായിരിക്കും. പലരും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉള്ള ഒരു അവസരം ഇല്ലാതിട്ടാണോ സഹകരിക്കുന്നില്ലാതിട്ടാണോ എന്നറിയില്ല. അങ്ങനെയുള്ള ഒരു സഹകരണം ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി കൂടെ മാറ്റം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ അംഗങ്ങൾ ഇതുപോലുള്ള മറ്റുള്ള പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വാർഡില് ചിലപ്പോൾ 4-5 പേര് പോലും എടുക്കാനില്ലാത്ത വാർഡുകളുണ്ട്. അവസാനത്തെ ഒരു വാർഡിൽ 10-20 പേര് ചിലപ്പോൾ മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരുടേതായ വ്യത്യസ്ത ഒന്നിച്ച് ആരുമല്ല, 4 സംഘടനയുടെ 4 പ്രവർത്തിക്കും. എടുക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ പലപ്പോഴും പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാവില്ല. അപൂർവം ചില പഞ്ചായത്തുകൾ ഉണ്ടാവാം. ഭൂരിഭാഗം പഞ്ചായത്തുകൾ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്ന ആളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതാണ്. സമയം ആവശ്യമാണ്. കാര്യം പറഞ്ഞാൽ മെമ്പർമാരായി കഴിയുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് പരിശീലനം കൊടുക്കാനുള്ള ഞാനും കിലയിൽ ആർപ്പിയായിരുന്നു. അപ്പം ആ പരിശീലനം കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഓൺലൈൻ പരിശീലനം. അങ്ങനെയുള്ള പരിശീലനം ഞങ്ങൾ നേരിട്ട് പോയി പങ്കെടുത്തു. പിന്നെ ഉള്ളത് സ്ക്രീനും ക്യാമറയും വെക്കുന്നു, അവർ ലൈവായിട്ട് എടുത്തു. അപ്പൊ ഇവിടെ ഞങ്ങൾ 10 മണിയാകുമ്പോൾ ചെന്ന് ഇത് ഓണാക്കി വെച്ചാൽ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. നവംബർ മാസത്തിൽ തന്നെ ഗ്രാമസഭകൾ കൂടിയിട്ട് അടുത്ത വർഷത്തേക്കുള്ള ഓരോ വാർഡിന്റെയും ആവശ്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതൊരു നിർദ്ദേശമായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സമർപ്പിക്കണം. പഞ്ചായത്ത് ഭരണസമിതി എല്ലാ വാർഡുകളിൽ നിന്നും കിട്ടുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഇത് പഞ്ചായത്തിൻ്റെതാക്കി രണ്ടാമത് എഴുതി തയ്യാറാക്കിയിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കുന്ന ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പദ്ധതിയായിട്ട് ജില്ലാ പഞ്ചായത്തിന് കൊടുക്കണം. മുനിസിപ്പാലിറ്റികൾ ഇതേ പ്രക്രിയയിൽ വാർഡുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റി ക്രോഡീകരിച്ചിട്ട് നേരിട്ട് ജില്ലാ പ്ലാനിംഗ് കൗൺസിലിന് കൊടുക്കും. ജില്ലാ പ്ലാനിംഗ് കൗൺസിലിന് കൊടുക്കണം. അപ്പൊ ജില്ലാ പഞ്ചായത്തിൽ തയ്യാറാക്കുന്ന വികസന പദ്ധതിയും ഈ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് കിട്ടുന്ന വികസന പദ്ധതികളും കൂടി ജില്ലാ പ്ലാനിംഗ് കൗൺസിൽ ക്രോഡീകരിച്ചിട്ട് ജില്ലയുടെ വികസന പദ്ധതിയായിട്ട് സംസ്ഥാനത്തിന് കൊടുക്കണം. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും കിട്ടുന്ന വികസന പദ്ധതികൾ സ്റ്റേറ്റ് തലത്തിൽ ക്രോഡീകരിച്ചിട്ടാണ് സ്റ്റേറ്റിന്റെ പ്ലാനിംഗ് പദ്ധതി ഉണ്ടാക്കേണ്ടത്. പക്ഷെ അതൊന്നും ഇതുവരെ 93 നിയമം ഉണ്ടായെങ്കിലും ഇതുവരെ ആ പ്രക്രിയയിൽ നടന്നിട്ടില്ല. അതായത് ജില്ലകൾ വരെയൊക്കെ എത്താറുണ്ട്, പക്ഷെ അത് ക്രമമായിട്ടൊന്നും നടക്കാറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ജില്ലാ പ്ലാനിംഗ് കൗൺസിൽ അവരുടെ കടമ പൂർത്തിയാക്കാൻ വേണ്ടി എന്തെങ്കിലും രൂപപ്പെടുത്തിക്കൊള്ളു. അതിനെതിരെ വേറെ കോടതിയിലൊന്നും കോടതിക്ക് അങ്ങനെ നിർദ്ദേശം കൊടുക്കാനൊന്നും കോടതിക്ക് അധികാരം നമ്മുടെ ഭാഗത്തുനിന്ന് കോടതിയിലേക്ക് ഇല്ല. പോയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവിടെ കമ്മിറ്റി അവിടെ റെസൊല്യൂഷൻ പാസ്സാക്കി അത് APC കേസ് കൊടുക്കുന്നത് ഇപ്പം ഒപ്പിടാൻ 10% ഗ്രാമസഭയിൽ അംഗങ്ങളുള്ളത് പലയിടത്തും കുറവാണ്. അപ്പൊ അത് ഒപ്പിട്ടത് പിന്നെ ഒപ്പിടുന്നത് ഞങ്ങളുടെ വാർഡിലെ 28-ാം വാർഡില് 600 വോട്ടർമാരുണ്ട്. 65 പേര് കാണണം. 20 പേര് ഒക്കെയാണ് സാധാരണ 15-20. ബാക്കി എല്ലാം ഒരു മെഷീന്റെ പേര് എഴുതി ഇട്ടിട്ടുണ്ട് 60-65 എണ്ണം. അത് ആരാ ഇട്ടെന്ന് ചോദിച്ചാൽ ഈ ഒപ്പിട്ടേക്കുന്നവരെ ഒന്ന് പോയി അന്വേഷിച്ചാൽ നിങ്ങളവിടെ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം അവരോട് പറഞ്ഞിട്ടുള്ളവർ ചിലപ്പോൾ ഒപ്പിട്ടെന്ന് പറയും. ഈ അവർ സ്ഥലത്തുണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ സ്ഥലത്ത് പോലും പലരും കാണിയല്ല. അപ്പം അതൊക്കെയാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഗ്രാമസഭയിലെല്ലാം പോകാറുണ്ട്. പോയിട്ട് ഇത് പറ്റിയല്ല എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അവിടെ വിയോജനക്കുറിപ്പായിട്ടൊന്നും എഴുതാനുള്ള ഒരു വേദി അവർ തന്നിട്ടില്ല. ഇഷ്ടംപോലെ അറിയാവുന്ന ഇതുവരെ ഗ്രാമസഭ എന്നാൽ നമുക്ക് പലർക്കും അതിനെപ്പറ്റി കഴിച്ചു വെച്ചിരിക്കുന്ന അവിടെ എന്തോ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ഇതാണ് പലരും കഴിച്ചു വെച്ചിരിക്കുന്നത്. പേര് കൊടുക്കുന്ന ഗുണഭോക്തൃ സഭ.
അങ്ങനെ ആയതുകൊണ്ടല്ല ബുദ്ധിമുട്ട് ഒഴിപ്പിച്ച മാടിനെ അതാ അവകാശത്തുള്ളൂ അല്ല പഞ്ചായത്തിനായിട്ട് ഗ്രാമസഭ കൂടുന്നതിന് ധർമ്മം എന്താണെന്നുള്ളത് പുതിയ അറിയില്ല. ശരിക്കും ഗ്രാമസഭ കൂടുന്ന വാർഡ്സഭ കൊടുക്കുന്ന അവിടെ എന്തൊക്കെ ആക്കിയിട്ടുണ്ട്, അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മുനിസിപ്പാലിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, കൗൺസിലിൽ വെക്കുന്നുണ്ട്. പാസ്സാക്കുന്ന അറിയില്ല. അടുത്ത വാർഡ്സഭ അല്ല പഞ്ചായത്തായി കൂടുമ്പോഴത്തേനും കഴിഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് പോയി വയ്യല്ലോ. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയണം. നമ്മൾ ഇന്നത്തെ റിപ്പോർട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ അടുത്ത വാർഡ്സഭ കൂടുമ്പോൾ അന്നത്തെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയെന്നൊക്കെ വൈകട്ടെ. പക്ഷെ അതിന് ചോദിക്കാനൊരു ആൾക്കൂട്ടം അറിയില്ല. അതെല്ലാം നീ പറഞ്ഞല്ലോ, കോഴിയോ ആട്ടിയോ അത് മേടിച്ച് പോകും. വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചർച്ചയല്ല. അത് ചർച്ച ചെയ്യുന്നവനെ ഒറ്റപ്പെട്ടു പോകും. അവർ ഞാൻ ഈ വാട്സാപ്പ് പോയിട്ടുള്ള വാട്സാപ്പിൽ മുനിസിപ്പാലിറ്റിയുടെ 10ാം വാർഡ് പറഞ്ഞ ഈ വാർഡ് എന്റെ വാർഡിൽ ഉൾപ്പെടാം. എന്റെ കൗൺസിലർ ചെയ്യാൻ പടിഞ്ഞാറക്കര ആൻഡോയാണ് വാർഡ് കൗൺസിലർ ചെയർമാനായിരുന്ന. ഈ വാട്സാപ്പ് കൂടുമ്പോൾ ഞാൻ പോകണം. അവിടെ നമ്മൾ വാർഡിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്താൽ മനസ്സിലാക്കി ഈ പറഞ്ഞിട്ട് ഇതൊന്നും തന്നെ എനിക്കറിയത്തില്ല. അടുത്ത വാട്സാപ്പ് കൂടുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ അത് ഈ ചർച്ചയ്ക്കില്ല. അവർ എന്താ ചെയ്തെന്ന് അറിയത്തില്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളില്ല. ചെറിയ ചെറിയ കാര്യം ഞാൻ പലപ്പോഴും ഉണ്ട്. പച്ചക്കറി കൊടുക്കുക, കോഴിപ്പിഞ്ഞ വിതരണം ചെയ്യുക, അല്ലാതെ വികസന പ്രവർത്തനം ഒന്നും ഒരു പഞ്ചായത്തിലാണെങ്കിലും ഞാൻ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റി ഒപ്പം ഞാൻ ഈ പല മുനിസിപ്പാലിറ്റി മുടങ്ങി എത്രയോ പ്രസ്ഥാനം ലക്ഷങ്ങൾ മുടങ്ങി എത്രയോ കാര്യങ്ങൾ പല മുനിസിപ്പാലിറ്റി ഉണ്ട്. ഒന്നും വരുന്ന സർക്കാരുകളൊന്നും ഒറ്റ കാര്യത്തിനോട് അതിനുള്ളൂ. പ്രസ്ഥാനം തുടങ്ങി വെക്കും, ഞാൻ തുടങ്ങി വെക്കും, അതിന്റെ മുതൽക്കൂട്ട് ഞാൻ എടുത്തുള്ളൂ. അടുത്ത സർക്കാർ ഇത് വരുമ്പോൾ ഇനി തന്നെ ചെയ്യുന്നത് ഇതിന് ബാലൻസ് ചെയ്യുന്നില്ല. പുതിയ പദ്ധതിയാണ് ചെയ്യുന്നത്. പുതിയ പദ്ധതി. പക്ഷെ മുടങ്ങി കിടക്കുന്ന പദ്ധതി ഞങ്ങൾ പദ്ധതി തുടങ്ങിയാൽ മുടങ്ങി കിടക്കുന്ന പൂർത്തീകരിക്കാൻ പോലും വരുന്ന സർക്കാർ താല്പര്യമില്ല. പിന്നെ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അതായത് കഴിഞ്ഞ സർക്കാർ തുടങ്ങി അടുത്ത സർക്കാർ അതിന് പുതിയ പദ്ധതിക്ക് താല്പര്യമാണ്. ഞാൻ കൊണ്ടുവന്ന പറയുന്നത് പബ്ലിസിറ്റി പ്രത്യേകിക്കുന്നുണ്ട്. അപ്പാണ് പഴയ പദ്ധതി പൂർത്തിയാക്കുന്നത് കൊണ്ട് അവർക്ക് സാമ്പത്തിക നേട്ടം കാര്യമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പാലത്തിന് പാലം കൊടുത്ത് എത്ര വർഷങ്ങളായി പാലിന് അപ്പം പോകുന്നില്ല. ലക്ഷങ്ങൾ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് പണിതിട്ടുണ്ട്. പറഞ്ഞ ജീവിതമല്ല. പക്ഷേ അത് തുടരത്തില്ല. സർക്കാരും ടൂറിസം പദ്ധതി കേരള സദസ് നടത്തണം. അതൊക്കെ 3-4 കാര്യം കൊടുത്തതിന്റെ കൂട്ടത്തില് വെറുതെ നമുക്ക് കൊടുത്തൊന്ന് വരുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുകയും പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇനി അവിടെ എന്തെങ്കിലും പ്രോജക്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തയ്യാറാണ്. അവിടെ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീസിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞൊരു നന്നായിട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ദസരയ്ക്ക് അനുഭവിച്ചു. എന്നെ തോന്നാം. കാരണം സ്ഥലം പത്തിന്റെ സ്ഥലമാണ്. അവിടെ പ്രൊഫഷൻ ഇല്ലാതെ മനസ്സാകുന്ന സമയത്ത് ചെയ്യിച്ചാൽ പോയില്ല. നടക്കട്ടെ DTPC ജയിപ്പിച്ചാൽ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഫീസിന് പോയി. ചുമ്മാ അത്ര രൂപ നഷ്ടത്തില്ല. എന്തെങ്കിലും സർക്കാരിലേക്ക് മുനിസിപ്പാലിറ്റി പൈസ എന്തെങ്കിലും ചെയ്യാൻ അത് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. അത് വായിക്കണം തടസ്സം പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും നശിച്ചു പോകുന്നത്. കാരണം അത് കൊടുത്തതിന്റെ ആ ഒരു സെക്രട്ടറിയുടെ മനുഷ്യനെ പിടിക്കുന്നതാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ എനിക്കത് മറുപടി നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ എനിക്കൊരു മെസ്സേജ് അന്നത്തെ കാഴ്ച കൊടുക്കുന്നത് പറയും. അടുത്ത വലിയൊരു ഇത് വരുന്നുണ്ട്. നമ്മുടെ മലങ്കരയിൽ വെള്ളം കൊണ്ടുവന്ന് എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുന്നത് എല്ലാ പഞ്ചായത്തും പൈപ്പിടിയിലൊക്കെ പല പഞ്ചായത്തും തുടങ്ങി ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞു. 2200 കോടി രൂപയാണ് ആ പ്രോജക്ട്. അപ്പൊ പൈപ്പൊക്കെ മൊത്തം വലിയ പൈപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പദ്ധതി രാമപുരം പഞ്ചായത്തിനും കർണാടക പഞ്ചായത്തിനും മാത്രമുള്ള ഒരു കുടിവെള്ള പദ്ധതിയായിരുന്നു. ഈ പദ്ധതി നീലോ കുടിവെള്ള പദ്ധതി എന്നുള്ളത് മലങ്കര ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഈ 2 പഞ്ചായത്തിന് കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയെ നീട്ടി 2 നിയോജകമണ്ഡലം മൊത്തമാക്കി 10. അപ്പം ഇപ്പം ജലജീവൻ മിഷന് അവന്റെ ഫണ്ട് എടുത്താണ് ഇത് വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെയാണ് പൈപ്പ് ഇടുന്ന പദ്ധതി ഫണ്ടുകൾ. ഇത് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം വരുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ചിലപ്പോൾ കേന്ദ്രം ചോദിക്കുകയില്ല വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മലങ്കര ഡാമിൽ നിന്ന് ഈ പദ്ധതി തന്നെ അപ്രായോഗികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് ഗവൺമെന്റ് ഇരിപ്പുണ്ട്. അതുകൂടാതെ ഇത്രയും പഞ്ചായത്തുകൾക്ക് ഈ പദ്ധതി പ്രകാരം വെള്ളം കൊടുക്കാനുള്ള വെള്ളം മലങ്കര ഡാമിൽ നിന്ന് കിട്ടത്തില്ല. ഇപ്പം ഈ പദ്ധതി പ്രകാരം വെള്ളം കൊടുത്താൽ ഇത്ര കണക്ഷൻ ഓരോ പഞ്ചായത്തിലും ഇത്ര കണക്ഷൻ എന്നുള്ള കൃത്യമായിട്ട് കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ഓരോ പഞ്ചായത്തിന്റെയും വെള്ളം കിട്ടുന്ന ഒരു പൈപ്പ് കിട്ടുന്ന വെള്ളത്തിന്റെ ഒരു കണക്ക് ഞങ്ങളുടെ ഇരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന പഞ്ചായത്ത് ഭരണങ്ങാനം പഞ്ചായത്താണ്. ഒരു ദിവസം ഒരു പൈപ്പ് കിട്ടും 1.3 ലിറ്റർ വെള്ളം ഒരു ദിവസം കിട്ടുന്ന വെള്ളം. അത് 300 ml കിട്ടുന്ന പഞ്ചായത്തുകൾ വരെ ഉണ്ട്. അപ്പൊ അതാണ് ആ പദ്ധതി വന്നാൽ 2200 കോടി രൂപയുടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നീലൂര് കൊണ്ടുവന്ന് ശുദ്ധി ചെയ്ത് ഇങ്ങോട്ട് എല്ലാം കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് അതിന്റെ ബാക്കിയുള്ള പ്രായോഗിക വശങ്ങൾ വേറെ. അപ്പൊ ഇത് വെള്ളം കണ്ടത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെ പറ്റി ആരും പറയുന്നില്ല. ഡാമിലുണ്ടെങ്കിൽ ഇത് KSB വേനൽക്കാലത്ത് ഈ വെള്ളം മുഴുവൻ ഇങ്ങോട്ട് അവർ കൊടുക്കുന്ന വെള്ളത്തിന് കണക്കുണ്ട്. ഇത്ര വെള്ളമേ അവിടെ നിന്ന് എടുക്കാൻ ഈ പദ്ധതി പ്രകാരം എടുക്കാനുള്ള. അല്ലാതെ ഡാമിലെ വെള്ളം മുഴുവൻ അടിച്ച് കയറ്റിക്കൊണ്ട് പോകാൻ അവർ സമ്മതിക്കില്ല. അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ലോ.
അപ്പോൾ അതിനെ അടിച്ചു കയറ്റി ഇവിടെ ശുദ്ധി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പഞ്ചായത്തുകളിലെ ഇത്രയും കണക്ഷനിൽ വെള്ളം കൊടുക്കണമെങ്കിൽ ആ കൊടുക്കുമ്പോൾ കിട്ടുന്ന വെള്ളത്തിന്റെ അളവാണ് ഇത്. ഈ കാര്യമൊന്നും ആരോടും പറയുന്നില്ല. എല്ലാ പഞ്ചായത്തും എല്ലാവരും പൈപ്പ് ഇടുന്നുണ്ട്. ഇപ്പം തീക്കോയി പഞ്ചായത്തിലൊക്കെ അതിന് വലിയ പ്രവർത്തനം തുടങ്ങിയെന്നാവും അല്ലേ. അവിടെ ഡോക്ടറുടെ പറമ്പിലൊക്കെ ടാങ്ക് ഡോക്ടറോട് വെള്ളം വീട്ടിൽ എവിടെ കിട്ടും, ആ വെള്ളം വരുമെന്ന് പറഞ്ഞു. വെള്ളം വരുമല്ലോ എന്നുള്ളതിനെ പറ്റി ചെയ്യുന്നവർക്കും അറിയത്തില്ല. ഇത് അതേ സ്ഥാനത്ത് ഈ നമ്മുടെ മീനിറ്റിൽ തുരങ്കം പദ്ധതി യാഥാർത്ഥ്യമായാൽ ഈ മീനിറ്റിലായിട്ട് ഇവിടെ വെള്ളം ഒഴുകും. ഈ പ്രദേശങ്ങളിലോട്ടൊക്കെ ഈ പദ്ധതി പ്രകാരം വെള്ളം പമ്പ് ചെയ്ത് കയറ്റി ശുദ്ധി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് താല്പര്യമില്ല. കാരണം നമ്മുടെ ഇവിടെ കസ്തൂരിരംഗൻ ഒന്നും വലിയ പ്രശ്നങ്ങളും വലിയ സമരങ്ങളും ഉണ്ടായി. നമ്മുടെ മേഖലയിലുള്ള ചെറിയ മലയുള്ളിടം വരെ പഞ്ചായത്തുകൾ കസ്തൂരിരംഗനിൽ പെട്ടു. ഏറ്റവും വലിയ മലപ്രദേശം മൂന്നലവ് മലയാണ്. മൂന്നലവ് മല മാത്രം കസ്തൂരിരംഗനിൽ പെട്ടില്ല. കാരണം ഈ മൂന്നലവ് മലേനെ പാറമട സോണാക്കാനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അവിടെ എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാം. ഈ പൈപ്പിടുന്ന പദ്ധതിയിലും എല്ലാ പാർട്ടിക്കാരും ഒറ്റക്കെട്ടാം. വേറെ ഒന്നുമല്ല, കാപ്പലിന്റെ മണ്ഡലത്തിലാണ് ഇത് വരുന്നത്, നീലൂര് ഇരിക്കുന്നത്. ഇപ്പം കുളത്തങ്ങിന്റെ പദ്ധതിയിലേക്കും ഇവിടെ വരുന്നുണ്ട്. ഇവരെല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാം. അപ്പൊ ഈ പദ്ധതിയെ പറ്റി പറഞ്ഞ് ഇലക്ഷൻ സമയത്ത് ഞാൻ കാപ്പന്റെ വീട്ടിലൊന്ന് പോയി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അത് അവരുടെ രാഷ്ട്രീയക്കാർ ഇത് പറയുകയാണെങ്കിൽ ഇതൊരു ചർച്ചയായിട്ട് വരും. ആ തുരങ്കം പദ്ധതിയെ പറ്റിയാണ് പറഞ്ഞത്. ആ തുരങ്കം പദ്ധതി ഒരു ചർച്ചയായിട്ട് വന്നത്. ഞങ്ങൾ 2012 തുടങ്ങി ഇതിങ്ങനെ ഓരോ വേനൽക്കാലത്തും അതിന് വേണ്ടിയിട്ട് ഓരോ പത്രപ്രസ്ഥാനം നടക്കുന്നത്, ഇങ്ങനെ കുറച്ച് വിരാശം എടുത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. പുള്ളി ഇതിന്റെ എക്സ്പെർട്ട് കമ്മിറ്റി അംഗമാണ്. എന്തെങ്കിലും കമ്മിറ്റിയുടെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായിട്ട് റിട്ടയർഡ് ചെയ്ത ആൾ. അപ്പം പുള്ളിയുടെ അടുത്ത് ഒത്തിരി കഴിവും രേഖകളും ഒക്കെ തന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കാപ്പൻ്റെ അടുത്ത് ചെന്ന് ഞാൻ രാവിലെ വെളുപ്പിന് 6:30 ചെന്ന് പുള്ളി ഒരു 7 മണിയായപ്പോഴത്തേക്ക് ഇറങ്ങി വന്നു ഇലക്ഷൻ പ്രവർത്തനത്തിന് പോകാൻ. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ 2-3 പേരുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇന്നവരൊന്ന് കാണാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നവരുടെ കാര്യങ്ങൾ ഇതുള്ളത്. അപ്പം പുള്ളി ഈ പൈപ്പ് ഇടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് വലിയ പദ്ധതി അവിടെ വരുന്നുണ്ട്, എല്ലാ വീടും വെള്ളം കൊടുക്കും, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ, ആ പദ്ധതി ഈ പൈപ്പ് എല്ലായിടത്തും വരുന്നുണ്ട്, വെള്ളം എന്തുമാത്രം കിട്ടും എന്നുള്ളതിനെ പറ്റി ഒരു ഉറപ്പില്ല. നമുക്കിതിലെ ഈ പദ്ധതി നടപ്പായാൽ വെള്ളം എല്ലാ കാലത്തും വെള്ളം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊരു നല്ല പദ്ധതിയല്ലേ, അതിനെപ്പറ്റി അതിലെ തന്നെ വെള്ളം കൊണ്ടുവരണമെന്ന് ചോദിച്ചു, കുടിക്കണമെന്ന് ആണ് ചോദിച്ചത്. അപ്പം ഈ മലങ്കര ഡാമിൽ നിന്ന് ഈ വെള്ളം കൊണ്ടുവരിക എന്നുള്ള പദ്ധതി ഈ മൂലമറ്റം പവർ ഹൗസ് തുടങ്ങേണ്ട കാലത്തുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഈ കോട്ടയം ജില്ലയ്ക്ക് അതിലൊരു വിഹിതം വെള്ളം കൊടുക്കുക എന്നുള്ളത്. അത് ഇതിലേ കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയാണ് രണ്ട് മലയുടെ അഭിപ്രായം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ പല സർവേകൾ നടത്തി മറ്റേ മൂലമറ്റം അറക്കുളം 3-അംഗ വയലിൽ നിന്ന് തുരങ്കം വഴി ഈ മൂന്നലവില് 2 എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം ഒഴുകി വരുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയിലൂടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ മീനിച്ചിലാറ്റിൽ കൂടെ അന്ന് വരെ വെള്ളം ഒഴുകും. അപ്പം ഈയിടെയും മന്ത്രി അതിനെപ്പറ്റി എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ വാർത്ത എടുത്തു വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ പദ്ധതി ഇല്ലാത്തതല്ല, ഉള്ളതാണ്. അതിനെ നടപ്പാക്കാതിരിക്കാനുള്ള ശ്രമം നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് നടപ്പാക്കുക എന്നുള്ള കാര്യം അത് ആ പ്രദേശത്തുള്ള MLA വേണം നിയമസഭയിൽ അതിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്താൻ. അപ്പോൾ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ ആരെങ്കിലും മുൻകൈ എടുത്ത് വരികയാണെങ്കിൽ അവിടെയും ശ്രമിക്കാം. ഇപ്പോൾ ജോസ് മാത്യു സാർ എന്ന് പറഞ്ഞിട്ട് കുറവിങ്ങാട് ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കുറവിങ്ങാടെന്നാണ്. അവിടെ മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അവിടെയും ശ്രമം നടത്താം. അപ്പോ ഞാൻ വരാൻ പറ്റില്ല. അപ്പൊ ഏതായാലും നമുക്ക് ഇനി ഒന്ന് കൂടുമ്പോ ഇവിടെ വന്നിരിക്കുന്നവരുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം. നമ്മുടെ അവിടെ വെക്കുമ്പോൾ നമുക്ക് ചെയ്യാം. ഇല്ല അതുപോലെ തന്നെ ഇപ്പൊ വാർഡ്സഭ അതുപോലെ ഗ്രാമസഭ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂട്ടായ്മകളുണ്ട് പലതരം. ആ കൂട്ടായ്മകളിൽ നമുക്ക് ഇതൊരു വിഷയമായിട്ട് നമുക്ക് സഭയിൽ ഒന്ന് അവതരിപ്പിക്കാം. പിന്നെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അതായത് നമ്മളൊരു നിരന്തരം ഇപ്പം സാർ പറഞ്ഞതുപോലെ നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ഒറ്റയടിക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുന്നില്ല. പക്ഷെ ഈ കൂട്ടായ്മ നിലനിൽക്കേണ്ടത് ഒരാവശ്യമാണ്. ഈ കാര്യത്തിലാണെങ്കിൽ കാര്യത്തിൽ അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് കൂടാനായിട്ട് നമുക്ക് വേറെ ചെലവുകളൊന്നും ഇല്ലാത്ത സംവിധാനം നമുക്കുണ്ട്. അവിടെ നല്ല സൗകര്യമായിട്ട് ടൗണിൽ തന്നെ കൂടാനുള്ള സൗകര്യം അതൊക്കെ ഉപയോഗപ്പെടുത്താം. സംസ്ഥാന കമ്മിറ്റിയുടെ സഹായങ്ങളുണ്ട്. എനിക്ക് അതെല്ലാം യാത്രയിൽ സാറ് ഹൈക്കോടതിയിലല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്? അതെ. സാറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് തരാമോ? എൻ്റെ ഫോൺ നമ്പർ 9447985796 എന്നാണ്. അഡ്രസ്സ് ജോൺ ജോസഫ് അഡ്വക്കേറ്റ്, ലോ ബ്യൂറോ, എറീക്ക ടവർ, സെൻറ്റ് വിൻസെൻ്റ് റോഡ്, എറണാകുളം നോർത്ത്, കൊച്ചി 682018 എന്ന്.